ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി ഫ്രൈഡേ മോർണിംഗ് ജാസ്മിൻ. യെസ് സാർ, സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രൈഡേ ഈ ആഴ്ചയിലെ ഏറ്റവും ഒരു ലാസ്റ്റത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിച്ച ഒരു വീക്കാണ് കടന്നു പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ട്രംപ്, താരിഫ്, US എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ താരിഫിന്മേൽ ഓരോ ദിവസവും അപ്ഡേഷൻസ്, ഓരോ രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്തുന്ന ഒരു രീതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് കാനഡയ്ക്ക് മേൽ 35% എന്നുള്ള രീതിയിലേക്ക് നികുതി ചുമത്തൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു ട്രംപ്. അതോടൊപ്പം തന്നെ മറ്റ് വിയറ്റ്നാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 20% ആണ്. പാകിസ്ഥാന് 90% ആണ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താരിഫിനെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യങ്ങൾക്ക് മേൽ ട്രംപിൻ്റെ ഒരു താരിഫ് ഇമ്പോസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്നലെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫിന് ശേഷമുള്ള ഒരു ആദ്യത്തെ മാർക്കറ്റ് പ്രതികരണത്തിൽ ഇടിവ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു നീജർക്ക് റിയാക്ഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമ്മൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന താരിഫ്, ട്രംപ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്താലും അത്ര സർപ്രൈസ്ഡ് അല്ല എന്ന് സാറ് പറഞ്ഞിരുന്നു. പക്ഷേ അവസാന മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് വെറും 89 പോയിന്റുകളുടെ ഒരു ഇടിവ് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് താരിഫിന് മുൻപിലും വിപണി പിടിച്ചു നിന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എക്സ്ട്രീംലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടുകളാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, NVIDIA എന്നിവയെ സംബന്ധിച്ചിടത്തോളം മികച്ച റിസൾട്ടുകൾ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ട്രംപ് ഒരു ഭാഗത്ത്, താരിഫ് ഒരു ഭാഗത്ത്, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാനിക് സെല്ലിംഗ് ഒരു ഭാഗത്ത്. ഈ ഒരു വലിയ കാര്യങ്ങൾ സ്വാധീനിച്ച ഒരു വീക്കാണ് കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചകളിലേക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവേണ്ടത്? ജാസ്മിൻ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ മാർക്കറ്റ് ഞാൻ സർപ്രൈസ്ഡ് ആവില്ല, ഒരിക്കലും ഗ്രീൻ ആയോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ഗസ് ആയിരുന്നു എന്ന് മാത്രം. കാര്യം അത് അങ്ങനെ സംഭവിക്കാനായിട്ട് മാത്രം നമുക്ക് തുടക്കത്തിൽ തന്നെ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇല്ലായിരുന്നു എന്നുള്ള. ബട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഞാൻ ഇപ്പോഴും വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി മാർക്കറ്റിൽ പേടിക്കുന്നത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ട്രംപ്, ടാരിഫ്, US ഉള്ള കാര്യങ്ങളല്ല. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ പേടിക്കുന്നത് അതിൻ്റെതായ ഓവർ വാല്യൂഷൻ തന്നെയാണ്. ആ ഓവർ വാല്യൂഷൻ്റെ കൂടെ തന്നെ FIIയുടെ സെല്ലിംഗ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് പ്രൊമോട്ടേഴ്സിൻ്റെ സെല്ലിംഗ്. അത് മാത്രമല്ല പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഭയങ്കര രീതിയിലുള്ള ഡിസ്കൗണ്ടും. ഈ ഫിഗേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഓവർ വാല്യൂ ടെറിട്ടറി എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അല്ലാണ്ട് ഈ ട്രംപിൻ്റെ ടാരിഫ് എന്നൊക്കെ പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 25% വിത്തൗട്ട് എനി കൺസെഷൻ ഈസ് നോട്ട് ദാറ്റ് ബാഡ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് ഈ പറയുന്ന പോലെ ഇന്ത്യൻ കമ്പനീസിന് അതിനകത്ത് ഉയർന്നു വരണം. ഇന്ത്യൻ ഗവൺമെൻറ് സപ്പോർട്ട് ഇതിനകത്ത് വേണം. നമ്മൾ നെഗോസിയേഷൻസ് ആയിട്ട് മുന്നോട്ട് പോകണം. അതൊക്കെ വേറെ കാര്യമെങ്കിലും ഈ 25% തിരുവ വച്ചതിലല്ല ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് പേടി. എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പേടി അതിൻ്റെ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കുന്നു എന്നുള്ളത്. അപ്പോൾ ടാരിഫിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടില്ല. നമ്മൾ ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പൊക്രാനിൽ നമ്മൾ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി നമ്മൾ ട്രൈ ചെയ്തപ്പോൾ അന്ന് നമുക്ക് മേൽ സാങ്ഷൻസ് ആണ് രാജ്യത്തിന് മേൽ സാങ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നമുക്ക് വേണ്ടി വച്ചത്. എന്നിട്ടും നമുക്ക് അതിൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ കടന്നു വന്ന ഒരു കൺട്രിയാണ് നമ്മൾ. കാരണം നമ്മളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് എക്കണോമി ആണെന്നുള്ള 140 ബില്യൺ പീപ്പിൾ, 1 ബില്യണോളം സ്മാർട്ട് ഫോൺസ്, 900 million people is connected to internet. ഇത്രയും ലാർജസ്റ്റ് കണക്റ്റഡ് ഡെമോക്രസി ലോകത്ത് വേറെ ഇല്ല എന്നുള്ള. ഈ ഡെമോക്രസിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ദേ ക്യാൻ ക്ലൈം ദ വാൾ ഓഫ് വെറീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബട്ട് നമ്മുടേതായിട്ടുള്ള ഓവർ വാല്യൂഷന് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ അങ്ങനെ ഒരു കോൾ എടുക്കാൻ കാരണം എന്നുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ തിരിച്ച് വീണ്ടും മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ പല പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ട്രംപ് ടാരിഫ് നിങ്ങൾക്ക് പറഞ്ഞ് മതിയായില്ലെന്ന്. മതിയായി എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഒരു ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിലും ഒരു 1 hour പ്രോഗ്രാം നടത്തുന്നുള്ള രീതിയിൽ നമുക്കിത് ടച്ചപ്പ് ചെയ്ത് പോകാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നു എന്നുള്ള August 1 എന്ന് പറയുന്ന ഡെഡ് ലൈൻ വന്നു കഴിഞ്ഞു. വി ആർ സിറ്റിംഗ് ഓൺ August 1 റൈറ്റ് നൗ. അതുകൊണ്ട് ഇന്നലത്തോടു കൂടി 70 രാജ്യങ്ങളിൽ മേലുള്ള ടാരിഫ് ക്ലിയർ ആക്കി എന്നുള്ളതാണ്. പിന്നെ April 2 അല്ലെങ്കിൽ April 3 കാണിച്ച പോലെ ഗാർഡനിൽ നിന്ന് വലിയ ബോർഡൊന്നും അദ്ദേഹം ഇപ്രാവശ്യം കാണിച്ചില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് ഇതാ ഔട്ടായി വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം, ഒരുപാട് കൺട്രിയുമേൽ 70 കൺട്രിക്ക് മേലുള്ള ടാരിഫിൻ്റെ കാര്യങ്ങൾ റെഡിയായി. ചിലത് നെഗോഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചിലത് നെഗോഷിയേറ്റ് ചെയ്യാത്തത്. ഇതെല്ലാം കൂടെ ഒരു ലിസ്റ്റായിട്ട് കോഡീകരിച്ച് പുറത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ, August 1 ആണ് ഡെഡ് ലൈൻ എങ്കിൽ പോലും August 7, അതായത് August 7 മുമ്പേ ഷിപ്പ് ചെയ്യുന്ന ഐറ്റംസ്, ആ ഷിപ്പ് ചെയ്യുന്ന ഐറ്റംസിനും
ഒക്ടോബർ 5 മുന്നേ US പോർട്ടിൽ എത്തുന്ന ഗുഡ്സിനും ടാരിഫ് ഉണ്ടായിരിക്കുന്നതല്ല. പഴയതുപോലെ 10% ബേസിക് ടാരിഫ് മാത്രമേ കാണുള്ളൂ. അതായത് ഓഗസ്റ്റ് 7 വരെ ഷിപ്പ് ചെയ്യുന്ന സാധനങ്ങൾക്കും ഒക്ടോബർ 5 മുമ്പേ US പോർട്ടിൽ എത്തുന്ന സാധനങ്ങൾക്കും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു ഇൻഡയറക്റ്റ് എക്സ്റ്റൻഷൻ അതിനകത്ത് പല രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ള. ബട്ട് അതിൽ പ്രത്യേകിച്ച് കാണേണ്ട കാര്യം കാനഡയുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ഒരു ലീനിയൻസിയും US കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാനഡയ്ക്ക് മേൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഏതാണ് 35% ടാരിഫ് വെച്ചത് ഇതിന് മുമ്പ് 25 ആയിരുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കാനഡയ്ക്ക് 25 നിന്ന് 35 ആയിട്ട് കൂട്ടുകയാണ് ചെയ്ത്. അതിന് പ്രത്യേകം അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഫെൻറ്റാനിൽ എന്ന് പറയുന്ന ഡ്രഗ് ഇഷ്യൂ കൺട്രോൾ ചെയ്യാനായിട്ട് കാനഡ ഫെയിൽ ചെയ്തു എന്നുള്ള കാരണത്താൽ. നമ്മൾ ഈ ഫെൻറ്റാനിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇതൊരു ഡ്രഗാണ്. നമ്മുടെ ഈ MDMA എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡ്രഗാണ്. US വളരെ റാമ്പൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള. ഇത് ഭയങ്കര ഡെഡ്ലി ഡേഞ്ചറസ് ആണ്. അതായത് ചെറിയൊരു ഡോസ് മതി ശരിക്കും പറഞ്ഞാൽ ഒരു ഫെറ്റാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട്, അതൊരു ഡെത്ത് വരെ കൊണ്ടെത്തിക്കുക എന്നുള്ള. അപ്പം ആയിരക്കണക്കിന് 10,000 ഡെത്ത് ഒരു കൊല്ലം അമേരിക്കയിൽ ഫെൻറ്റാനിൽ യൂസ് കാരണം നടക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ അമേരിക്ക അക്യൂസ് ചെയ്തിരുന്നത് മെക്സിക്കോയും ചൈനയാണ്, അവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് തള്ളിവിടുന്നത്, US തള്ളിവിടുന്നത് എന്നുള്ള. ഇപ്പൊ കാനഡയും കൂടെ ആ സപ്ലൈ ചെയിനിൽ പെട്ടു. അത് മാത്രമല്ല കാനഡ വഴി റീറൂട്ട് ചെയ്യുന്ന ഈ ഫെൻറ്റാനിലിന്റെ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഡ്രഗ് ട്രേഡ് കൺട്രോൾ ചെയ്യാൻ കാനഡയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ മെക്സിക്കോയിൽ നിന്നും ചൈനയിൽ നിന്നും മാത്രമല്ല US വരുന്നത്, കാനഡയിൽ നിന്ന് കൂടി അത് വരുന്നു എന്നുള്ള കാരണത്താൽ തന്നെ 25% നിന്നും 35% ഉയർത്തി ടാരിഫ് വച്ചേക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് കാനഡ എടുത്ത് കാണിക്കാത്ത ഒരു ദാക്ഷിണ്യം ഇല്ല എന്ന് പറയാൻ കാര്യം മറ്റുള്ള രാജ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു 7th വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 5 മുമ്പേ ഉള്ള സാധനങ്ങൾക്ക് വരെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും കാനഡയ്ക്ക് വിത്ത് ഇഫക്റ്റ് ടുഡേ ടാരിഫ് ഈസ് ഇൻ പ്ലേസ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിച്ചു പോകാം. മെയിൻ കൺട്രീസിൻ്റെ 50% ടാരിഫാണ് നമ്മൾ കണ്ടതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. അതിപ്പോൾ ബ്രസീലിന് മേലാണ് വെച്ചെങ്കിലും 10% ആണെങ്കിലും 40% അഡീഷണൽ വെച്ചു എന്നുള്ള ഒരു കൺഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്നത് 41% സിറിയയ്ക്ക്, 40% ലാവോസ് ആൻഡ് മ്യാൻമാർ എന്നുണ്ട് ബർമ, 39% സ്വിറ്റ്സർലൻഡ്. ഇത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്. ഈ സ്വിറ്റ്സർലൻഡ് ഉണ്ടല്ലോ, സ്വിറ്റ്സർലൻഡ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഗുഡ്സിന് സ്വിറ്റ്സർലൻഡിലേക്ക് ഫ്രീ എൻട്രിയാണ്, ഒരു ടാക്സും വെച്ചിട്ടില്ല. എന്നിട്ടും സ്വിറ്റ്സർലൻഡ് 39% വെച്ചത്. ആദ്യത്തെ ടാരിഫ് ലിസ്റ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണ് ഈ 10 മാത്രമേ വെച്ചിരുന്നുള്ളൂ. ഇപ്പം 39 വെച്ചേക്കണേ. കാര്യം ഇതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലോ ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിലോ ട്രേഡ് ഡെഫിസിറ്റിലോ ട്രേഡ് സർപ്ലസിലോ ഒന്നുമല്ല. ഇറ്റ് ഈസ് പ്യൂർ നെഗോസിയേഷൻ. അതായത് 35% വെക്കാൻ കാരണം എന്താ, സ്വിറ്റ്സർലൻഡ് ഇതുവരെ ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ട്രേഡ് ഡീൽ സൈൻ ചെയ്തില്ല എന്നുള്ളൊരു കാരണത്താലാണ് 39% വെച്ചേക്കുന്നത്. അല്ലാണ്ട് അമേരിക്കയ്ക്ക് അങ്ങോട്ടേക്ക് ഫ്രീ എൻട്രി കൊടുത്തു എന്നുള്ളൊരു കാരണം അവർ കണക്കിൽ എടുത്തിട്ടില്ല എന്നുള്ള. അതായത് ദേ വോണ്ട് ടു നെഗോസിയേറ്റ്. ദാറ്റ്സ് വൈ പീപ്പിൾ കോൾ ദിസ് ആസ് എ ട്രാൻസാക്ഷണൽ ടാരിഫ് റാദർ ദാൻ എന്താ പറയുക ഒരു റിയൽ എക്കണോമിക് ടാരിഫ് എന്ന് പറയുന്നതിനേക്കാളും ഒരു നെഗോസിയേഷൻ. നമ്മൾ ഇന്നലെ ഗെയിം തിയറിയും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ 39% സ്വിറ്റ്സർലൻഡ്, 35% ഇറാഖ് സെർബിയ, 30% അൾജീരിയ, ബോസ്നിയ, ലിബിയ, സൗത്ത് ആഫ്രിക്ക, 25% ഇന്ത്യ, ബ്രുണായ്, കസക്കിസ്ഥാൻ, മോൾഡോവ, ടുണീഷ്യ, 20% ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്വാൻ, വിയറ്റ്നാം, 19% ഇന്തോനേഷ്യ, മലേഷ്യ, 18% നിക്കറാഗ്വ, 15% ലോകത്തുള്ള എല്ലാവരും ഉള്ളതെന്നാണ്. അതായത് പപ്പുവ ന്യൂഗിയ, മൗറീഷ്യസ്, മൊസാംബിക്, മലാവി, ലെസോത്തോ, മഡഗാസ്കർ, സാംബിയ, ന്യൂസിലൻഡ്, നൈജീരിയ, നോർത്ത് മെസഡോണിയ, നോർവേ, ട്രിനിഡാഡ് ടൊബാഗോ, ഉഗാണ്ട, വെനസ്വേല, സൗത്ത് കൊറിയ, ഗയാന, ഐസ്ലൻഡ്, ഫിജി, ഗാന, കോസ്റ്ററിക്ക, കോട്ടഡി, ഐവറി, കോങ്കോ, ഇസ്രായേൽ, ജപ്പാൻ, ടർക്കി, നൈജീരിയ, ഗാന, EU, അഫ്ഗാനിസ്ഥാൻ, അങ്കോള, ബൊളീവിയ, ബോട്സ്വാന, കാമറൂൺ, ചാഡ്, ഇക്വറ്റോറിയൽ ഗിനിയ ആൻഡ് ജോർഡൻ. ഇത്രയും കൺട്രീസിനാണ് 15% വെച്ചേക്കണമെന്നുള്ള. 10% ടാരിഫ് വെച്ചേക്കുന്നത് UK ആൻഡ് ഫാൽക്ലൻഡ് ഐലൻഡ്സ് എന്നുള്ളത്. പാകിസ്ഥാന് 19%, 29% ആയിരുന്നത് 19% കുറഞ്ഞു. ഏതാണ്ട് നാറ്റോയ്ക്ക് പുറത്തുള്ള ഞങ്ങളുടെ ടെററിസത്തിന് അഗേൻസ്റ്റ് ഉള്ള ഏറ്റവും വലിയ അലയെന്നാണ് ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനെ വിളിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അസീം മുനീറിന്റെ ഒരു യാത്ര, അവിടുത്തെ ജനറലിന്റെ യാത്ര US ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പരസ്യമായ രഹസ്യമാണ്, അതായത് ഇത് ഉറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതായത് പാകിസ്ഥാൻ ഓയിൽ റിസർവ്സ് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് പാകിസ്ഥാനും US ടൈപ്പ് ചെയ്യാൻ പോകുന്നു. US പാകിസ്ഥാനായിട്ട് ധാരണ സൈൻ ചെയ്തു. ഇനിയിപ്പോൾ ചിലപ്പോൾ, അതായത് ട്രംപ് ഒരു സർക്കാസ്റ്റിക്കൽ സ്റ്റേറ്റ്മെന്റും കൂടെ നടത്തി, ചിലപ്പോൾ ഒരു കാലം വന്നേക്കാം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് എന്നുള്ളതാണ്. ബട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ നെറ്റിലും അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും പാകിസ്ഥാന്റെ ചുറ്റുവട്ടത്ത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ അവിടെയും ഒരു ഓയിൽ റിസർവ് ഉണ്ടെന്ന് പറയുന്നതിലും ഉണ്ടെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു റിസർവ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷന് പോസിബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടോ എന്നുള്ളത് ഇന്നും സംശയമാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. ബട്ട് എനിവേ, US might have its own business interest there. That is
ഇസ് നൺ ഓഫ് അവർ ബിസിനസ് എന്നുള്ള. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് 20% എന്നുള്ള ഏർലിയർ 35% ആയിരുന്നു, അത് 20% കുറച്ചു. അപ്പോൾ ബംഗ്ലാദേശ് 20, നമ്മൾ 25. പാകിസ്ഥാൻ നമുക്ക് വലിയൊരു ട്രേഡിംഗ് എന്താ പറയുക ഒപ്പോണന്റ് ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് വിയറ്റ്നാമും ബംഗ്ലാദേശുമാണ് നമുക്ക് കൂടുതൽ, പിന്നെ ചൈനയും. ഇത് 3 പേരുമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡ് ഒപ്പോണന്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു, ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാർക്ക് നേരത്തെ ഉള്ള ടാരിഫിനെ കാട്ടിലും 10% കൂടുതൽ ടാരിഫ് ഞങ്ങൾ വയ്ക്കുന്നു എന്നുള്ള കാര്യം കൂടെ പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുന്നത് ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ്. ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൈനയ്ക്ക് ഒരുപാട് സാധനങ്ങളുടെ റെസ്ട്രിക്ഷൻ US ഉണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ചൈന ഇത് റീറൂട്ട് ചെയ്ത് വിയറ്റ്നാം വഴി, മെക്സിക്കോ വഴിയും കാനഡ വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സിന് അമേരിക്കൻ പോർട്ടിലേക്ക് എത്തുമ്പോൾ 40% ടാരിഫ് എന്നുള്ളതോടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ആസ് ആൻഡ് വെൻ ഡേസ് പ്രോഗ്രസ് ഇനി വരാൻ പോണ ദിവസങ്ങളിൽ പല കൺട്രിയും, ഈ ലിസ്റ്റിൽ പറഞ്ഞ പല കൺട്രിയും, നമ്മൾ 35-40 ഒക്കെ കിടക്കുന്ന കൺട്രീസ് സെപ്പറേറ്റ് ട്രേഡ് ഡീൽ US ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ സ്ലാബ്സ് മാറിയേക്കാം എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്രേഡ് ടാരിഫിൻ്റെ എക്സാക്ട് സ്ഥിതി, രാജ്യങ്ങൾ, ബ്രാക്കറ്റ്സ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു. ദിസ് ഇസ് നോട്ട് ഫൈനൽ ബിക്കോസ് ഡിസ്കഷൻ വിൽ മൂവ് ഓൺ, സോ ദ ടാരിഫ് സ്ലാബ്സ് വിൽ ഓൾസോ ചേഞ്ച് എന്നുള്ളത്. പിന്നെ US ഇക്വിറ്റീസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തത് വളരെ ഓൾ ടൈം ഹൈയിലേക്കാണ്. ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ മെറ്റയുടെയും മൈക്രോസോഫ്റ്റിൻ്റെയും റിസൾട്ട്സ് വളരെ നന്നായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് S&P 500 ഓപ്പൺ ചെയ്തത് ഒരു ഓൾ ടൈം ഹൈയിൽ തന്നെയാണ്. അത് മാത്രമല്ല മൈക്രോസോഫ്റ്റ് അനദർ കമ്പനി ടു ഹിറ്റ് 4 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള. അപ്പോൾ NVIDIA 4.4 ട്രില്യണിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ കമ്പനിയെ മൈക്രോസോഫ്റ്റ് മാറുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു GDPയുടെ സൈസിലേക്ക് 2 കമ്പനികൾ മാറി എന്നുള്ള പ്രത്യേകതയാണ് ആ പറയുന്നതെന്നുള്ള. ഇനി ഇതിന് തൊട്ട് താഴെ വരുന്നത് ആപ്പിൾ ആണ്, മൂന്നാമത്തെ രാജ്യം. അത് ഏതാണ്ട് 3.4 ട്രില്യൺ ആണ്. അതിൻ്റെ താഴെ ആമസോൺ 2.4 ട്രില്യൺ, ആൽഫാബെറ്റ് 2.4 ട്രില്യൺ അഗെയിൻ. അപ്പോൾ ഇതാണ് ടോപ്പ് 5 കമ്പനീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഈ പറയുന്ന പോലെ ഒരു ഹൈയിലാണ് മാർക്കറ്റ് തുറന്നതെങ്കിലും മിഡിലോട് കൂടി ഒന്ന് ഫിസിൽ ഔട്ട് ചെയ്ത് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒരു സ്ലൈറ്റ് നെഗറ്റീവിലേക്കാണ് ക്ലോസ് ചെയ്തതെന്നുള്ള. S&P -0.37% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.55% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ വോളറ്റിലിറ്റി ഇൻഡെക്സ് CBOE വിക്സ് ഇൻഡെക്സ് ഏതാണ്ട് 8% അപ്പായിരുന്നു എന്നുള്ളതാണ്. ക്രൂഡ് ഏതാണ്ട് -1% ഡൗൺ ആണ്, $72.5 പെർ ബാരൽ. ഡോളർ ഇൻഡെക്സ് ബാക്ക് ടു 100. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച ഉണ്ടല്ലോ ഏതാണ്ട് 97 നിന്നാണ് ഏതാണ്ട് 2.5-3% ഡോളർ ഇൻഡെക്സ് കയറി സ്ട്രെങ്തൻ ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നലെയും അത് സൂചിപ്പിച്ചിരുന്നു, US ഈ നോൺ ഫാം പേറോൾ ഡേറ്റയുടെ ഇന്ന് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ US എക്കണോമിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കൺസെൻസസ് എസ്റ്റിമേറ്റ് പറയുന്നത് US വിൽ ആഡ് 1,05,000 ജോബ്സ് എന്നാണ്. അത് 3 months ആവറേജ് 1.5 lakhs ജോബാണ്. പക്ഷേ എങ്കിലും കൺസെൻസസ് എസ്റ്റിമേറ്റ് ഇപ്രാവശ്യം 1,05,000 ആണ് എക്സ്പെക്ട് ചെയ്യണേ. എങ്ങനെയാണ് ഫിഗേഴ്സ് വരുന്നത് നോക്കാം. ബാക്ക് ടു ഡൊമസ്റ്റിക് ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഹെൽഡ് ദ ലോ ഓഫ് 24,598. നമ്മൾ പറഞ്ഞ ആ ലോ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് നല്ല കാര്യം. ഒരു മീഡിയം ടേം സപ്പോർട്ടായിട്ട്, അതായത് ഈ 24,598 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് 24,450 ആൻഡ് 24,500 ആണെന്നുള്ളതാണ്. അപ്പോർഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 റെസിസ്റ്റൻസ് നമുക്ക് കാണാം. ഏതാണ്ട് 24,956 അല്ലെങ്കിൽ 24,994. ഇത് കട്ട് ചെയ്ത് മുന്നോട്ട് പോവോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു മാക്രോ ഡേറ്റ, 2 മാക്രോ ഡേറ്റ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നലെ വന്നു എന്നുള്ള. ഫിസിക്കൽ ഡെഫിസിറ്റിനെ സംബന്ധിച്ച്, അതായത് Q1 ഏപ്രിൽ മെയ് ജൂണിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിൽ 17.9% ഓഫ് FY26 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. നമ്മൾ FY26 ബഡ്ജറ്റിൽ ഈ കൊല്ലത്തിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ 17.9% ഓൾറെഡി ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയി എന്നാണ്. ഇത് Q1 FY25 1.4 lakh crore ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ Q1 അതായത് F1 2026 2.8 lakh crore ആയിട്ട് ഉയർന്നിരിക്കുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡേറ്റ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്തോരം ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യുന്നു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സോഷ്യൽ സ്കീംസിന് വേണ്ടിയിട്ടല്ല. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ Q1 FY25 1.8 lakh crore ആണെങ്കിൽ Q1 FY26 2.8 lakh crore, 1 lakh crore അഡീഷണൽ സ്പെൻഡിങ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വെൽക്കമാണ്. നിഫ്റ്റി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, നമ്മൾ പുതിയ മാസത്തിലേക്ക് കയറി എന്നുള്ളതാണ്, ഓഗസ്റ്റിലേക്ക് കയറി എന്നുള്ളതാണ്. നിഫ്റ്റി ജൂലൈ മാസം -3% ആണ് ടോട്ടലി ഡൗൺ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ഡേറ്റ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം FISൻ്റെ സെല്ലിംഗ് ആണ്. FIയുടെ സെല്ലിംഗ് ഏതാണ് അതായത് 5,580 crores സെല്ലിംഗ്
they continues to sell. FPIs continues to sell. ഇന്നലെ തന്നെ 5,500 ക്രോസിന്റെ സെല്ലിംഗ് നടന്നു എന്നുള്ളതാണ്. DIS ആണ് ബൈ ആണ് 6,373 ക്രോസിന് ബൈ ചെയ്തു എന്നുള്ള. ഇന്ത്യൻ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഏതാണ്ട് +3% അപ്പ് ടു 11.54 എന്നുള്ളതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിഗർ കംഫർട്ടിംഗ് ആണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അധികം വോളറ്റിലിറ്റി ഇല്ല എന്നാണ് കാണിക്കുന്നത് എന്നുള്ളത്. രണ്ട് ഡേറ്റാ പോയിന്റ്സും കൂടെ നമ്മൾ കുറച്ചുകൂടി മൈക്രോ ലെവലിൽ പോകുമ്പോൾ കാണുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഇന്നലെ നല്ല രീതിയിൽ ഷോർട്ട്സ് ഉണ്ട്. ഈ ഷോർട്ട്, അതായത് മാർക്കറ്റിൽ ഷോർട്ട് വരാൻ നേരത്ത് പൊതുവെ ഹാപ്പി ആയിരിക്കണം. കാര്യം വെച്ചാൽ ഷോർട്ട് ഉണ്ടെങ്കിലേ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. കാര്യം ഷോർട്ട് കവറിങ്ങിലാണ് മാർക്കറ്റ് എപ്പോഴും ഒരു പുൾ ബാക്ക് റാലി നടത്തുന്നത്. അപ്പോൾ ഈ ഷോർട്ട്സ് മാർക്കറ്റിലുള്ളത് വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ബട്ട് ഒരു കാര്യം നമുക്ക് വീണ്ടും ഈ പ്രൊമോട്ടർ സെല്ലിംഗ് പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു ഹെഡ് വിൻഡ് ആയിട്ടിരിക്കുന്ന സാധനം ഈ മാർജിൻ ട്രേഡിങ്ങിൻ്റെ ബുക്ക്. മാർജിൻ ട്രേഡിംഗ് നമുക്കറിയാലോ, അതായത് ബ്രോക്കേഴ്സ് നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയുടെ മൾട്ടിപ്പിൾസിൽ നമുക്ക് പൈസ ഇല്ലാതെ തന്നെ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. അതായത് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി സ്റ്റോക്സിലൊക്കെ നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 3 ലക്ഷം 4 ലക്ഷത്തിനൊക്കെ നമുക്ക് മേടിക്കാം. അത് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാൻ നേരത്ത് അവർക്കൊരു ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി എന്നാണ്. അതായത് നമ്മൾ ഈ കോഷ്യസ് ഓപ്റ്റിമിസത്തിൽ എന്നും നമ്മൾ ചേർത്ത് വായിക്കുന്ന പേരാണ്. അധികം മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് സെറ്റപ്പ് അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ MTF മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഡേറ്റ ഞാനൊന്ന് നോക്കുമ്പോൾ ഏപ്രിലിലൊക്കെ ഏതാണ്ട് 69,000 കോടി ആയിരുന്നു എന്നുള്ള. ബട്ട് ഇപ്പോൾ അത് കാണുന്നത് 92,000 ക്രോസ് ആണ്. അതായത് അത്രമാത്രം മാർജിൻ എടുത്ത് ആൾക്കാർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒന്ന് സൂക്ഷിക്കേണ്ട ഡേറ്റയാണെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ അർത്ഥം ഇവിടുന്ന് ബുൾസിൻ്റെ ഹെൽപ്പ് കിട്ടിയില്ല, ബയേഴ്സ് ഷോർട്ട് അടിച്ച് മാർക്കറ്റ് ഒരുപാട് താഴെ പോകണമെങ്കിൽ ഈ മാർജിനൊക്കെ ട്രിഗർ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു എ സെല്ലിംഗ് ഇൻ മാർക്കറ്റ്സ് എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള. ഇനി ഈ വരാൻ പോകുന്ന മാസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് വെച്ചാൽ ട്രേഡ് ഡീൽ എങ്ങനെ സ്പാൻ ഔട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം. രണ്ടാമത് RBIയുടെ മോണിറ്ററി പോളിസി വരും. MSCIയുടെ ഓഗസ്റ്റ് റീജിഗ് ഉണ്ട്. അത് മാത്രമല്ല നിഫ്റ്റി 50യുടെ റീജിഗും ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി റീജിഗിൽ ഈ പറഞ്ഞ പോലെ ഇന്റർഗ്ലോബ് ഏവിയേഷൻ സ്റ്റോക്ക് ചിലപ്പോൾ കയറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ട്രംപിന്റെ ടാരിഫിനെ കുറിച്ച് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം എന്നുള്ളതാണ്. അതായത് ട്രംപിന്റെ ടാരിഫിൽ നമ്മൾ എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന്റെ ഗെയിം തിയറി, അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ പ്രഷർ നമ്മൾ മൗണ്ട് ചെയ്തുകൊണ്ട് രാജ്യങ്ങളെ എന്താ പറയുക അവരടുത്തെടുക്കാൻ പോകുന്ന സ്റ്റെപ്പും കൂടെ മുന്നിൽ കണ്ട് പ്രഷറൈസ് ചെയ്ത് നമ്മളെ അങ്ങ് എന്താ പറയുക പുഷ് ചെയ്ത് ബാക്കിലോട്ടാക്കി നമ്മുടെ നാട്ടിലെ തന്നെ ഒപ്പോസിഷനെയും കൂടെ ഇളക്കി വിട്ട് ഇപ്പൊ ഇന്ത്യ മാത്രമല്ല ഡെഡ് എക്കണോമി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഏറ്റു പറഞ്ഞ് നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ മതി. പക്ഷെ നമുക്ക് അതിനകത്ത് അത് ഒപ്പോസിഷൻ പറയാനുള്ള എല്ലാ അധികാരവും അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം. ഒരു ഡെമോക്രസിയിൽ രണ്ട് സൈഡും ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ട്രംപ് ലയറാണ്, നമ്മൾ ട്രംപിനെ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതായത് പണ്ട് നമ്മൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ നമ്മൾ ഈ ബംഗ്ലാദേശ് ക്രിയേറ്റ് ചെയ്ത ഒരു വാറിൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ സൈഡായിരുന്നു ഇന്ന് US. അന്ന് US പ്രസിഡന്റ് നിക്സണും അന്നത്തെ ഹെൻറി കെസിഞ്ചറും സംസാരിച്ച ഒരു വാക്കുകളിൽ അന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധിക്കെതിരെ W ചേർത്തൊരു വാക്കും B ചേർത്തൊരു വാക്കും ഉപയോഗിച്ചു എന്നുള്ള വളരെ മോശമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചു. പക്ഷേ അവർ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ് ചെയ്തില്ല, അവരൊരു പ്രൈവറ്റ് ടോക്കിലാണ് അവർ സംസാരിച്ചതെന്നുള്ളത്. 2000 ഇതിന്റെ ഫയൽസ് ഡീക്ലാസിഫൈ ചെയ്തപ്പോൾ അതിനകത്ത് ഇത് മെൻഷൻ ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും ഇന്ദിരാഗാന്ധി റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ള. അപ്പം നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് നമ്മൾ പാർലമെന്റിലായാലും ശരി, ഒരു പബ്ലിക് ഫോറത്തിലായാലും ശരി, നമ്മുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും നമുക്ക് ആരോടെങ്കിലുമൊക്കെ വിരോധം ഉണ്ടെങ്കിലും അവർക്കെതിരെ അല്ലെങ്കിൽ ലയർ എന്ന് പറയുന്ന വാക്കൊന്നും ഉപയോഗിക്കുന്ന ശീലം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഒപ്പോസിഷൻ എന്ത് വേണമെങ്കിലും പറയാം, അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഒരു ജനാധിപത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇന്ത്യ ഷുഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് കമ്പോഷർ ആൻഡ് മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നത് വെച്ചാൽ വി നീഡ് ടു ഹിറ്റ് ബാക്ക് എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്ക് അവർ ദെയർ ഓൺ മെഡിസിൻ കൊടുക്കണം എന്നാണ്. അതായത് US ഇപ്പോൾ ചെയ്യുന്നതൊക്കെ മെർക്കൻഡൈസ് ഗുഡ്സിന്റെ കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ദേ ആർ നോട്ട് ടച്ചിങ് ദ സെൻസിറ്റീവ് ഏരിയ ഓഫ് സർവീസ് എക്സ്പോർട്സ്. അതായത് സർവീസ് എക്സ്പോർട്സിന്റെ കാര്യത്തിൽ അവർക്ക് ട്രേഡ് സർപ്ലസ് ആണ്, നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. എസ്പെഷ്യലി എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, റോയൽറ്റിയുടെ കാര്യത്തിൽ, ഡിജിറ്റൽ സർവീസസിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രോയിങ് കോറസ് എന്താ വെച്ചാൽ വി ഷുഡ് ഹിറ്റ് ദം ബാക്ക് വേർ ഇറ്റ് പെയിൻസ് മോസ്റ്റ്. അവർക്ക് എവിടെയാണ് പെയിൻ വരുന്നത് അവിടെ തന്നെ അടിക്കണം എന്നാണ് പറയുന്നത്. അതായത് അവർ പറയുന്നതിന്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ റഷ്യയിലേക്ക് കുറച്ച് സാങ്ഷൻസ് വെച്ചു അല്ലെ, റഷ്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനും വെച്ചു. അത് കാരണം നയാര എനർജി എന്ന് പറഞ്ഞ് റോസ് നെഫ്റ്റ് എന്ന് പറയുന്ന ഒരു റഷ്യൻ കമ്പനിയുടെ സബ്സിഡറി ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സോഫ്റ്റ്വെയർ സർവീസസ് കൊടുക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ റഷ്യയ്ക്ക് മേൽ ടാരിഫ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു റെസ്ട്രിക്ഷൻ സാങ്ഷൻ വച്ചു എന്ന് പ്രമാണിച്ച് മൈക്രോസോഫ്റ്റ് ഇവരുടെ സോഫ്റ്റ്വെയർ സർവീസസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നയാര എനർജിയുടെ എല്ലാ കാര്യങ്ങളും ഈ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറിലാണ് കിടക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെയാണ് നയാര എനർജി യൂസ് ചെയ്തത്. അവർക്ക് സ്വന്തം ഡേറ്റ പോലും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു?
കോടതിയിൽ പോയി, ഇന്ത്യയിൽ കോടതിയിൽ പോയിട്ട് ഇപ്പം മൈക്രോസോഫ്റ്റ് ടെമ്പററി ആയിട്ട് അനുവദിച്ചു കൊടുത്തു. നമുക്കിത് ജന്മന ഇത് പൂട്ടി വെക്കാനുള്ള അധികാരമൊന്നുമില്ല, പക്ഷേ അല്ല പൂട്ടി വെക്കാം ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ, ഇനി സാങ്ഷൻ വരാൻ എന്നൊക്കെ രീതിയിൽ മൈക്രോസോഫ്റ്റ് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ തുറന്നു വരുന്നു, ഇനി അടച്ചു വെക്കില്ല എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗോയിങ് ക്രോറസ് പറയുന്നത് വെച്ചാൽ ഫോർച്യൂൺ 500 കമ്പനീസിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയൊക്കെ ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസും TCSും HCLും കോഗ്നിസലിലും കിടപ്പുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഒരു സൈഡിൽ കൂടി പറയുന്നത്. അത് മാത്രമല്ല യൂട്യൂബ്, എക്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, മൈക്രോസോഫ്റ്റ് പോലുള്ള ഡിജിറ്റൽ സർവീസസ് കമ്പനിക്ക് ടാരിഫും ഡ്യൂട്ടിയും അടച്ച് ടാക്സ് നോട്ടീസ് അയക്കണം എന്ന് പറയുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സൈഡിലുള്ള പ്രഷർ ഗവൺമെന്റിന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യത്തിൽ ഇതിലൊന്നും ഇമോഷണൽ ആവല്, ഇതിനൊന്നും ഇമോഷണൽ ആവാതെ ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ ഗ്രോയിങ് കോറസ് പറയുന്നല്ലോ ഈ ഡിജിറ്റൽ സർവീസസിന് ഈ ഡ്യൂട്ടി വെക്കണം. അവർ പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ IT സർവീസസിനോ ഫാർമ കമ്പനീസിനോ US അവർ തിരിച്ചടിക്കും എന്ന് പേടിച്ച് ഇവിടുത്തെ അവരുടെ ഡിജിറ്റൽ സർവീസസിന് ടാരിഫ് അല്ലെങ്കിൽ ടാക്സ് വയ്ക്കാതിരിക്കരുത്. കാരണം ഇത്രയും നല്ല ടാലന്റ് പൂള്, ഇത്രയും നല്ല ക്വാളിറ്റി ഓഫ് വർക്ക്, ഇത്രയും നല്ല ചീപ്പ് ലേബർ ലോകത്ത് ഒരു രാജ്യത്തിനും അമേരിക്കയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും ഇന്ത്യൻ സോഫ്റ്റ്വെയർ സർവീസസിനെയോ ഫാർമ സർവീസസിനെ തൊടില്ല എന്നുള്ള രീതിയിലാണ് പറയണമെന്നുള്ളതാണ്. ഇത് രണ്ടും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉള്ള നല്ല നോളജ് ഉള്ള ടാലന്റ് പൂൾ തന്നെ വേണം. അത് ഇന്ത്യക്ക് മാത്രമേ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്രൗഡ് തന്നെ വേണം, ട്രസ്റ്റബിൾ ആയിട്ട്. കാര്യം യു ആർ ഡീലിംഗ് വിത്ത് സെൻസിറ്റീവ് ഡേറ്റ അല്ലെ, പേഷ്യൻ ഡേറ്റ ഹാൻഡിൽ ചെയ്യണു. അത് മാത്രമല്ല സോഫ്റ്റ്വെയർ ബാങ്കിങ് ഡീറ്റെയിൽസും ഡേറ്റാസും ഹാൻഡിൽ ചെയ്യുന്നു. വേറെ ആരെ ഇങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും? വേറെ ഏത് സിറ്റിസനെ ലോകത്ത് ഏൽപ്പിക്കാൻ പറ്റും? അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറിനെ കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ രണ്ട് ഇൻഡസ്ട്രിക്കും ദോഷകരമാവുന്നത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ ഇന്ത്യ ഷുഡ് എന്താ പറയുക, ബ്രേക്ക് ഫ്രീ ആൻഡ് പുട്ട് എ റിട്ടാലിയേറ്ററി ടാരിഫ് ഓൺ US എന്ന് ഒരു സൈഡ് പറയണമെന്നുള്ള. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. ഡിപ്ലോമസി എന്ന് പറയുന്ന വാക്കിന് വലിയൊരു അർത്ഥമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഹെഡ്ലൈൻസ് ട്രംപ് കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് നമ്മുടേതായ സമയം വരും. ഹമാര ടൈം ആയേഗ എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്തേക്ക് വരുമ്പോൾ കറക്റ്റ് സമയത്തിന് ഹിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാവും. സോ ഡോണ്ട് ബി ഇമോഷണൽ ആൻഡ് സെന്റിമെന്റൽ, ആക്ട് ലൈക്ക് എ മെച്യൂർ മാൻ, ആക്ട് വിത്ത് കോമൺ സെൻസ് ആൻഡ് റാഷണാലിറ്റി എന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെ തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ ഇന്ത്യൻ എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻക്ലൂഡിംഗ് എന്താ പറയുക ഒപ്പോസിഷൻ എല്ലാത്തിനും കൂടെ എല്ലാ കറേജും ആ പേഷ്യൻസും ആ കോമൺ സെൻസും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ, അബ്സല്യൂട്ട്ലി. ഏതായാലും സർ, നമുക്കിനിപ്പോൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഏതായാലും ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ ജൂലൈയിലത്തെ ഒരു ട്രേഡിംഗ് ഒക്കെ അവസാനിച്ച് നമ്മളൊരു പുതിയ മാസത്തിലേക്ക് കടക്കുന്നു. നിഫ്റ്റി 50 സംബന്ധിച്ചിടത്തോളം ധാരാളം ഹെഡ്വിൻസ്, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മളൊരു സർഫേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെഡ്വിൻസ് ഉണ്ടായിരുന്ന ഒരു മാസമാണ് കടന്നു പോകുന്നത്. മാർക്കറ്റിൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ്. 24,700 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് നിഫ്റ്റി. എഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒരല്പം ഇടിവ് നിഫ്റ്റിയുടെ തുടക്കഘട്ടത്തിൽ കൂടുതലായിരുന്നു ബാങ്ക് ഇൻഡെക്സിൽ. പക്ഷേ ഇപ്പോൾ അതൊരു ഫ്ലാറ്റ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻഡെക്സുകളൊക്കെ എങ്ങനെയാണ്? കൂടുതലും ഇടിവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായും ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നിലവിൽ ഒരു 42 പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നു. എങ്കിൽ കൂടിയും ജാസ്മിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 24,700 എന്ന് പറയുന്ന ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നിലവിൽ പരിശോധിക്കുമ്പോൾ 24,722 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 19 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 50 സൂചികയിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 31 കമ്പനികളാണ് ഇടിവ് കാഴ്ചവെക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50 പോയിന്റുകളോളമുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,912 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കും ട്രേഡിംഗ് കാഴ്ചവെക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 9 ബാങ്കിംഗ് ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ 3 ബാങ്കിംഗ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ടും കഴിയുന്നു. നിഫ്റ്റി 50 കമ്പനികളുടെയും മറ്റുമൊക്കെ ഒരു പെർഫോമൻസിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഓഹരികൾക്ക് തന്നെയാണ് മികച്ച രീതിയിലുള്ള ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 3% മുകളിലുള്ളൊരു നേട്ടം ഹിന്ദുസ്ഥാൻ യൂണിലിവർ കാഴ്ചവെക്കുന്നു. നെസ്ലെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% ഒരു നേട്ടമുണ്ടാക്കുന്നു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഓഹരികളിൽ 1% ഒരു നേട്ടവും നിലവിൽ നിഫ്റ്റി 50 സൂചികയിൽ നിന്നും കാഴ്ചവെക്കുന്നു. ഇതുകൊണ്ട് തന്നെ നിഫ്റ്റി FMCG സൂചികയാണ് നിലവിൽ സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു പ്രകടനം രേഖപ്പെടുത്തുന്നത്. ഏകദേശം 1.5%ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി FMCG സൂചികയ്ക്ക് സാധിക്കുന്നു. ഏകദേശം 780 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 56,595 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി FMCGയിൽ ട്രേഡിംഗ് നടക്കുന്നു. സൂചികയിൽ ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ 12 കമ്പനികൾക്ക് നിഫ്റ്റി FMCGയിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. 3 കമ്പനികളാണ് ഇടിവ് രേഖപ്പെടുന്നത്.
നിഫ്റ്റി 50ലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നേട്ടം രേഖപ്പെടുത്തുന്ന മറ്റ് കമ്പനികളായിട്ട് കാണാൻ സാധിക്കുന്നത് ഓട്ടോ കമ്പനിയായിട്ടുള്ള ഏഷ്യ മോട്ടോഴ്സാണ്. ഏഷ്യ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പാദഫലവും മറ്റുമൊക്കെ വന്നിരുന്നു. മികച്ച ഒരു പാദഫലം തന്നെ കാഴ്ചവെച്ചിരുന്ന കമ്പനി ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ഏഷ്യൻ പെയിൻറ്റ്സ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ 2% മുകളിലുള്ളൊരു നേട്ടം ഏഷ്യൻ പെയിൻറ്റ്സും രേഖപ്പെടുന്നു. ഇടിവ് രേഖപ്പെടുത്തുന്ന നിഫ്റ്റി 50 കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഫാർമ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഫാർമ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു മികച്ച സമയമല്ല. സൺഫാർമ പരിശോധിക്കുമ്പോൾ ഏകദേശം 3.25% ഒരു ഇടിവ് രേഖപ്പെടുന്നു. സിപ്ല ഓഹരികൾ 2.5%-ഓളമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% മുകളിലും ഏകദേശം 2%-ഓളമുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. മഹീന്ദ്രയുടെ ഓഹരികൾ പരിശോധിക്കുമ്പോഴും നിലവിൽ ഏകദേശം 1% ഒരു ഇടിവുണ്ടാകുന്നു. ഇന്നത്തെ ഒരു ദിനത്തിലെ ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നിലവിൽ നിലനിർത്തുന്നതായി കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഫാർമ സൂചികയാണ്. ഏകദേശം 2.25%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കുള്ളൊരു ഇടിവിലേക്ക് നിഫ്റ്റി ഫാർമ സൂചിക കടന്നിരിക്കുന്നു. ഏകദേശം 500 പോയിന്റുകളോളമുള്ളൊരു നഷ്ടത്തിൽ 22,282 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 2 ഫാർമ കമ്പനികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. 18 കമ്പനികൾ ഇപ്പോൾ നിലവിൽ നിഫ്റ്റി ഫാർമയിൽ നിന്ന് ഒരു ഇടിവും രേഖപ്പെടുന്നു. സെക്ടേഴ്സിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു നിരക്കിൽ തന്നെയാണ് നിലവിൽ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും ചില സൂചികളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCG 1.25% മുകളിലുള്ള നേട്ടം രേഖപ്പെടുന്നു. നിഫ്റ്റി മീഡിയ സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 0.25%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി റിയൽറ്റി, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികൾ മാർജിനായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ട്രേഡിങ്ങും കാഴ്ചവെക്കുന്നു. ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ ഫാർമ 2% മുകളിലുള്ളൊരു ഇടിവിലേക്ക് നീങ്ങുമ്പോൾ IT സൂചികയെ സംബന്ധിച്ചിടത്തോളം 0.25% മുകളിലുള്ളൊരു ഇടിവും നിഫ്റ്റി ഓട്ടോയിൽ ഏകദേശം 0.25% ഒരു ഇടിവും ഉണ്ടാകുമ്പോൾ നിഫ്റ്റി PSU ബാങ്കിംഗ് സൂചികയും ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവിലേക്ക് കടക്കുന്നു. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്കിംഗ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിംഗ് സൂചികയ്ക്ക് സാധിക്കുന്നു. നിലവിൽ 55,975 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിൽ ട്രേഡിംഗ് പുരോഗമിക്കുമ്പോൾ കമ്പനികളുടെ ഒരു പെർഫോമൻസിൽ നിലവിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികൾക്ക് മികച്ച ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം കോട്ടക് മഹീന്ദ്ര ബാങ്ക് രേഖപ്പെടുന്നു. അതുപോലെ തന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നീ കമ്പനികൾക്കും നിലവിൽ നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. എങ്കിലും ഫെഡറൽ ബാങ്കും മറ്റുമൊക്കെ ഏകദേശം 1.5%-ഓളമുള്ളൊരു ഇടിവും നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നു. ജാസ്മിൻ, ഇവയൊക്കെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ ഇപ്പോൾ പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റുകൾ. അതായത് നിഫ്റ്റി 50 പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിലും നിഫ്റ്റി ബാങ്ക് നിലവിൽ ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലുമാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. സർ, നമുക്കിനി ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ധാരാളം ഹെഡ്വിൻസ് ഉണ്ടായിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. എസ്പെഷ്യലി താരിഫിൻ്റെ കൺസേൺസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ വീഴ്ചകളിലേക്ക് പോയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ആശ്വാസമായിട്ട് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സമയത്ത് മാർക്കറ്റിനെ നമ്മൾ ഇനി സമീപിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് സാറിന് തോന്നുന്നത്? ജാസ്മിൻ, മാർക്കറ്റിന്റെ കാഴ്ചപ്പാടിൽ ഒരു ചേഞ്ചും നടന്നിട്ടില്ല. ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നിഫ്റ്റി 50യുടെ കേസിൽ 20,000 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി 50ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സിമിലർ പാറ്റേൺ ഇൻ ദ കേസ് ഓഫ് ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം ബെയറിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 56,500 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. സർ, ഇന്നലെ ഒട്ടുമിക്ക എല്ലാ സെക്ടേഴ്സിലും ഒരു സെൽ ഓഫ് നമ്മൾ കണ്ട സമയത്ത് അല്പമെങ്കിലും പിടിച്ചു നിന്നത് FMCG തന്നെയായിരുന്നു. ഇന്നും 1.5%-ഓളം അടുത്ത് നിൽക്കുന്ന ഒരു മുന്നേറ്റം നമുക്ക് FMCGയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്നലത്തെ ആ ഒരു മൂവ്മെന്റിന് ഏറ്റവും വലിയൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലീവർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയായിരുന്നു. FMCG ഇൻഡെക്സിന്റെ നിലവിലത്തെ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി FMCG ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ നേട്ടത്തിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
സോ 57,000 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി FMCG ഇൻഡെക്സിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അറ്റ് ദിസ് മൊമെന്റ് FMCG സ്റ്റോക്സിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. എഗെയിൻ ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് സ്വിഗ്ഗി 2.5% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. നിലവിൽ 393 രൂപ എന്നുള്ളൊരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. ക്വാർട്ടർലി നമ്പേഴ്സുകളിലേക്ക് വരുന്ന സമയത്ത് നെറ്റ് ലോസിൽ ഒരല്പം വർധനവ് ഇത്തവണ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല റാപ്പിഡോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ട്രെൻഡ് തുടരാനാണോ സാധ്യത? ചാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ജാസ്മിൻ, നമ്മൾ സ്വിഗ്ഗി സ്റ്റഡി ചെയ്യുമ്പോഴേക്കും മെയ് മാസത്തിന് ശേഷം നമുക്ക് വലിയ നേട്ടം സ്വിഗ്ഗിയുടെ കേസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സ്വിഗ്ഗിയുടെ കേസിൽ 370 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറാൻ പോകുന്നുള്ളൂ. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് തെർമാക്സ് ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ഒരു കമ്പനിയുടെ ഒരു ഇടിവിന് കാരണം 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സ് മിക്സഡ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് തെർമാക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നോട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 3,885 രൂപ എന്നുള്ളൊരു നിലയിലാണ് തെർമാക്സ് ട്രേഡ് ചെയ്യുന്നത്. സോ തെർമാക്സിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 3,680 രൂപയിൽ കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ തെർമാക്സിന്റെ കേസിൽ നമുക്ക് ബെയറിഷ്നെസ് കാണാൻ പോകുന്നുള്ളൂ. ബട്ട് ഈ സ്റ്റോക്കിൽ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 4,000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് റെസ്റ്റോറന്റ് ബ്രാൻഡ് ഏഷ്യയാണ്. ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ ഏകദേശം നിലവിലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ 2.5% കൂടുതൽ നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയാണ് കമ്പനി ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? റെസ്റ്റോറന്റ് ബ്രാൻഡിന്റെ കേസിൽ ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ നിലവിലുള്ള ഒരു ട്രെൻഡ് ബേസിക്കലി സൈഡ് വേസ്. സോ ഈ ഒരു സ്റ്റോക്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഐ കാൻറ്റ് സീ എ ലോ റിസ്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പനി കോൾ ഇന്ത്യയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ടുകൾക്ക് ശേഷം ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റവന്യൂയിൽ ഒരു 5.2% ഒരു ഫോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എബിറ്റയിൽ 6.2% ഒരു മുന്നേറ്റം. മാർജിനും 34.93% എന്നുള്ള ഒരു നിലവാരത്തിൽ അല്പം മെച്ചപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്പേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് മിക്സഡ് ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന നിലയിൽ കോൾ ഇന്ത്യ ഹോൾഡ് ചെയ്യുന്നവരാണ്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാറിന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ജാസ്മിൻ, കോൾ ഇന്ത്യയുടെ കേസിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 10 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 370 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന അടുത്ത മേജർ സപ്പോർട്ട് 360 രൂപയിലാണ്. ആൻഡ് ഈ സ്റ്റോക്കിലും കറന്റ് ലെവൽസിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 395 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പ്രദീപ് സർ, ഓട്ടോ സെഗ്മെന്റിൽ നിന്നും ഇന്ന് ഏഷ്യർ മോട്ടോഴ്സ് മികച്ച ഒരു ട്രേഡിംഗ് ഡേ ആണ് കാഴ്ചവെക്കുന്നത്. ഏതായാലും ക്വാർട്ടർലി നമ്പേഴ്സ് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അത് സ്റ്റോക്കിലും നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എങ്ങനെയാണ് സാറിന്റെ ഒരു ടേക്ക്? ഏഷ്യ മോട്ടോറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 5,570 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സർ, നമ്പേഴ്സിന് ശേഷം ഇന്നിപ്പോൾ നീവ ബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഹരികൾ 6% ഒരു വീഴ്ചയിലേക്ക് പോയിരിക്കുകയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണ. അത്ര ഭേദപ്പെട്ട നമ്പേഴ്സ് ആയിരുന്നില്ല എന്ന് തന്നെ പറയാം. നീവ ബുപ്പയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വന്നിരിക്കുന്ന ഈ ക്വാർട്ടർലി നമ്പേഴ്സിൽ വലിയ ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു. ഇടിവ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്?
Niva Buba is a small cap stock, and the stock in the case long and short term trend sideways ആയി തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 81 രൂപ 50 പൈസയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി മാറും. ജാസ്മിനിലോട്ട് തിരിച്ച് വരുന്നതിന് മുൻപ് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നിരിക്കുന്ന മേജർ 2 ഡെവലപ്മെന്റ്സ്. ആദ്യത്തെ ക്രൂഡ് ഓയിലിന്റെ വില ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിട്ടായിരുന്നു കഴിഞ്ഞ 1.5 മാസമായിട്ട് ട്രേഡിംഗ് നടന്നു വന്നത്. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ക്രൂഡ് ഓയിലിൽ നമുക്ക് നല്ല നേട്ടം കിട്ടിയതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇന്ത്യൻ റുപ്പി അഗേൻസ്റ്റ് ദ US$ വളരെ സ്റ്റഡി ആയിട്ട് ട്രേഡിംഗ് നടത്തി വരികയായിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കണ്ടമാനം വീക്ക്നെസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് ഇൻഫാക്ട് ഇന്ത്യൻ റുപ്പി ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഇൻ ടു ന്യൂ ഓൾ ടൈം ലോ. So ഇത് രണ്ടും as far as I am concerned is very very negative for Indian share market and for the Indian economy. കാര്യം എന്തെന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു സൈഡിൽ കൂടുന്നു, അതേസമയം റുപ്പി is depreciating, which basically means നമ്മുടെ landed price of crude oil is going to increase. So അടുത്ത ഒരു മാസത്തിനിടെ unless and until India come up with an agreement or a deal with the USA, I think Indian rupee will continue to be remaining under pressure. യെസ് സാർ, ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ഇന്നലെ ക്വാർട്ടർലി നമ്പേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് JSW എനർജിയാണ്. ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഭേദപ്പെട്ട നമ്പേഴ്സ് ആയിരുന്നു. റവന്യൂവിൽ 78% ഒരു മുന്നേറ്റമുണ്ട്. EBITDA 96.7% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. JSW എനർജിയിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? JSW Energy വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ആൻഡ് ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയി ട്രേഡ് ചെയ്യുന്നു. നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 500 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 550 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് സനോഫി ഇന്ത്യയാണ്. ക്വാർട്ടർലി നമ്പേഴ്സ് മിക്സഡ് ആയിരുന്നു, പക്ഷേ ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3% കൂടുതൽ 3.25% ഒരു ഇടിവ് സനോഫി ഇന്ത്യ രേഖപ്പെടുത്തുകയാണ്. സനോഫിയിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? സനോഫിയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ആൻഡ് കൈസ് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5600 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും എടുക്കാൻ അവസരം കാണുന്നില്ല. Okay, thank you so much, Pradeep sir. Thank you, Jasmine. സുരജ് സാർ, നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രദീപ് സാർ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ US സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻസ് വരുന്നത് വരെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നെഗറ്റിവിറ്റി തുടരുകയാണ്. സോ തീർച്ചയായിട്ടും ഒരു കോഷ്യസ് ആയിട്ട് തന്നെ വേണം മാർക്കറ്റിനെ സമീപിക്കേണ്ടത്. സാറിൻ്റെ ഈ ഒരു 25 വർഷത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസിൽ ഇത്തരത്തിൽ ധാരാളം വാർത്തകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അപ്ഡേഷൻസും ഒക്കെ തന്നെ സാറ് കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഈ ഒരു പാനിക് സെല്ലിങ്ങിൽ നമ്മൾ നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്ക് ഇനി അടുത്ത ആഴ്ച കടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹെഡ്വിൻസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് ഒന്ന് ഷോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ മാർക്കറ്റിൽ? ജാസ്മിൻ, നമ്മളിപ്പോൾ ടാരിഫിൻ്റെ എക്സാക്ട് ഇന്ത്യക്ക് മേലുള്ള ഇമ്പാക്റ്റ്, അതായത് 25% പ്ലസ് പെനാൽറ്റി ഓൺ റഷ്യൻ ഓയിൽ നമുക്ക് ഇന്നലെ കിട്ടിയ ഇൻഫർമേഷൻ അല്ലേ. പക്ഷെ മിനിങ്ങാന്ന് നമ്മൾ ഓപ്പണിംഗ് കൗൺസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് മേൽ 20 അല്ലെങ്കിൽ 25% ടാരിഫ് വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് ഇന്നലെ വീണു എന്നാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രാഡേ റിക്കവറി വന്നു. ടോട്ടലായിട്ട് 80-85 പോയിന്റ്സ് മാത്രമേ ക്ലോസിംഗിൽ ഡൗൺ ആയുള്ളൂ എന്നുള്ളതൊക്കെ ആശ്വാസകരമാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ പേടിക്കുന്നത് ഈ ടാരിഫ്, ട്രംപ്, USA എന്ന് പറയുന്ന കൺസിഡറേഷനേ അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ വാല്യുവേഷൻ അല്ലാതെ വേറെ ഒരു കൺസിഡറേഷനും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ്ലൈൻ ന്യൂസ് വിച്ച് കുഡ് റിമെയിൻ ഇൻ ദ ഹെഡ്ലൈൻ മേ ബി ഫോർ 2 to 3 days. നമ്മളിപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വലുതായിട്ടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. നമ്മൾ ഈ ഏപ്രിൽ 2 അല്ലെങ്കിൽ 3 ട്രംപ് ടാരിഫ് വച്ചതിൻ്റെ അന്ന് മാർക്കറ്റ് അടിച്ച് താഴേക്ക് വീണല്ലോ. അത്രയ്ക്ക് മാത്രം ഒന്നും ഇമ്പാക്ട് ഇപ്രാവശ്യം സംഭവിക്കാത്തതും അതുകൊണ്ടാണ്. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്വിഗ്ഗിയുടെ റിസൾട്ട് ഇന്നലെ വന്നു അല്ലേ. സ്വിഗ്ഗിക്ക് റിസൾട്ട് ഇങ്ങനെ മോശമായത് കാരണം ആ സ്റ്റോക്കിൽ അടി നോക്കൂ എന്താ സംഭവിച്ചേക്കണേ എന്നുള്ളത്. നമ്മളൊന്ന് കാര്യം ആലോചിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ JSW സ്റ്റീൽ
JSW സ്റ്റീലിന് എനിക്ക് തോന്നുന്നു May 2 തോന്നുന്നു ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിൻ്റെ ടേക്ക് ഓവറിനെ കുറിച്ച് NCLT ത്രൂ NCLT ടേക്ക് ഓവർ ചെയ്തതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു. അതായത് ഒരു ജഡ്ജ് പറഞ്ഞു അത് നേരായ രീതിയിലല്ല നടത്തിയെന്ന് പറഞ്ഞിട്ട് ആ ടേക്ക് ഓവറിനെ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഇപ്പൊ ഇന്നലെ നമുക്ക് മനസ്സിലാവുന്നത് കോടതിയിൽ ഒരു അടുത്ത വേറൊരു ബെഞ്ച് ഈ കേസ് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും JSW സ്റ്റീൽ വീണ്ടും ഒരു അപ്പീൽ കൊടുക്കുമല്ലോ. അപ്പീൽ കൊടുത്തപ്പോൾ അത് അനദർ സെറ്റ് ഓഫ് പാനൽ ഓഫ് ജഡ്ജസ് പറഞ്ഞതെന്ന് വെച്ചാൽ 20,000 കോടി രൂപ അവർ മുടക്കി, 25,000 പേരുടെ ജോലി അറ്റ് സ്റ്റേക്ക്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊന്ന് റീകൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ JSW സ്റ്റീലിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ബയസാണ് ആ സ്റ്റോക്കിൽ കിട്ടുന്നത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് ടോപ്പ് 5 ലൂസേഴ്സിൽ JSW സ്റ്റീൽ ഏതാണ്ട് 5ാമത് കിടക്കുന്ന സ്റ്റോക്കാണ് -1.6% എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അത് മാത്രമല്ല തെർമാക്സ് എന്ന് പറഞ്ഞ കമ്പനി, തെർമാക്സിൻ്റെ കമ്പനിയുടെ റിസൾട്ട്സ് പറഞ്ഞാൽ ഫാബുലസ് റിസൾട്ട്സ് ആണ്. അവർക്ക് US എക്സ്പോർട്സ് വെറും 5% താഴെ മാത്രമേ ഉള്ളൂ. ബട്ട് സെക്കൻഡറി ഇമ്പാക്റ്റ് അവർക്ക് വന്നേക്കാൻ കാര്യം അവരുടെ ക്ലയൻസ് ആയ ടെക്സ്റ്റൈൽ ബിസിനസ്സുകൾക്കും ഫാർമ കമ്പനീസിനും ചിലപ്പോൾ US ടാരിഫുകളുണ്ട്. ബട്ട് ഈവൻ ദെൻ ആഫ്റ്റർ സോളിഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇറ്റ് ഈസ് ഡൗൺ ബൈ അനദർ 2% എന്നുള്ള. അപ്പം മാർക്കറ്റിൽ ശരിക്കും ഓവർ വാല്യുവേഷൻ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും 1-2 ദിവസത്തെ ഷെൽഫ് ലൈഫ് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ പറയുന്ന പോലെ വാല്യുവേഷൻ കൺസേൺ മാർക്കറ്റിൽ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വളരെ എന്താ പറയുക അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള അണ്ടർ ഓൺഡ് ആയിട്ടുള്ള നോട്ട് സോ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നിങ്ങൾ നിങ്ങളുടെ അഭയം തേടാൻ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ടാരിഫ് എന്നൊക്കെ പറഞ്ഞാൽ അത് 2 ദിവസം നമ്മൾ ന്യൂസ് പറയുന്നു, അത് തീർന്നു, നമ്മൾ വീണ്ടും പോയി എന്നുള്ളതാണ്. എത്രയോ ഡൊമസ്റ്റിക് കമ്പനീസ് ഉണ്ട്. ഇന്ത്യയെ ഡ്രൈവ് ചെയ്യുന്നത് US എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് മാത്രമല്ലല്ലോ, ഒരുപാട് ഡൊമസ്റ്റിക് കമ്പനീസ് ഉണ്ട്. എന്തുകൊണ്ട് ഡൊമസ്റ്റിക് കമ്പനീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല? ആ പല ഡൊമസ്റ്റിക് കമ്പനീസും കറക്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താ? ഇപ്പോൾ ടാരിഫ് ആണെങ്കിൽ നല്ല രീതിയിൽ US എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിനല്ലേ ഹിറ്റ് വരേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമുക്ക് ഈ സ്വിഗ്ഗി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡൊമസ്റ്റിക് ബിസിനസ് അല്ലേ. അമേരിക്കയിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്നില്ലല്ലോ, അമേരിക്കയിലേക്ക് ഡാർക്ക് സ്റ്റോർസ് ഇല്ലല്ലോ, അമേരിക്കയിലേക്ക് കുക്ക് ഡെലിവറി ഇല്ലല്ലോ. എന്നിട്ട് സ്വിഗ്ഗി താഴെ വരാൻ കാര്യം എന്താ? ആ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന വാല്യുവേഷൻ അനുസരിച്ച് റിസൾട്ട് കൊണ്ടുവന്നില്ല എന്നുള്ള കാരണത്തിലാണ്. അപ്പം നമ്മൾ എപ്പോഴും ഡൊമസ്റ്റിക് ആയിട്ടുള്ള റീസൺസ് മാത്രമേ നോക്കി മുന്നോട്ട് പോവാവൂ എന്നുള്ളതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോടും ഇൻവെസ്റ്റേഴ്സിനോടും പറയേണ്ടത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ അൾട്ടിമേറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് is a slave of valuations. വാല്യുവേഷൻസിന്റെ അടിമയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ബാക്കിയുള്ള ന്യൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ള. ഇപ്പം നമ്മൾ 5% US എക്സ്പോർട്ട് ചെയ്തിരുന്നത് അതിപ്പോൾ പറ്റണില്ല. നമുക്കൊരു വേറെ രാജ്യത്തിലേക്ക് 5% എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അത് ക്യാൻസൽ ആയി എന്നുള്ള. അപ്പോൾ അതല്ല അതിനകത്തുള്ള ഇഷ്യൂ. വാല്യുവേഷൻ തന്നെയാണ് പ്രൈം മോസ്റ്റ് ഇമ്പോർട്ടൻസ്. അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കിയത് FIIസോ നമ്മളോ അല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞു തന്നൊരു വാല്യൂ. എന്ന് പറഞ്ഞ് മാർക്കറ്റ് പെസിമിസ്റ്റിക് കാണുന്നല്ല. ദെയർ വിൽ ബി പോക്കറ്റ്സ് ഓഫ് വാല്യൂ. അതാണ് പറയുന്നത്. നിങ്ങൾ നിഫ്റ്റിയെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നിഫ്റ്റി പ്ലസ് ആവണോ മൈനസ് ആവണോ എന്ന് നിങ്ങൾ എന്തിനാ നോക്കണേ? നമ്മൾ എറണാകുളത്തൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എവിടെയെങ്കിലും MG റോഡിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് വാല്യൂ ഫോർ മണി ആണോ നോക്കിയാൽ പോരെ. അല്ലാണ്ട് ടോട്ടൽ എറണാകുളത്തെയും അല്ലെങ്കിൽ ടോട്ടൽ കേരളത്തിലെയും റിയൽ എസ്റ്റേറ്റ് എങ്ങനെ ഇരിക്കണം എന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ നിഫ്റ്റിയെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് കാര്യം ഇന്നും ഇന്നലെ മാർക്കറ്റ് ഡൗൺ അല്ലേ. എത്രയോ 100-ൽ പരം സ്റ്റോക്കുകൾ ഇന്നലെയും ഇന്നും അപ്പായിരുന്നു. അപ്പോൾ അവിടെ എവിടെയാണ് വാല്യൂ ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. ഒരു കാര്യം കൂടെ കേദാർ പ്രഭു നമുക്കൊരു അപ്ഡേറ്റ് തരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ബ്ലൂംബർഗും ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ F-35 സ്റ്റെൽത്ത് ജെറ്റ്സ് നമ്മൾ US മേടിക്കും എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അത് വേണ്ട, ഇന്ത്യ വേണ്ട, US നിന്ന് അത് വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടേതായ സ്റ്റെൽത്ത് ബോംബേഴ്സ്, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്സ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് പറയുന്ന ഒരു അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് കൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതായത് ഇന്ത്യ ഈസ് ടേക്കിംഗ് എ ഫേം സ്റ്റാൻസ്. കാര്യം ഇന്നത്തെ ദിവസത്തെയും ഇന്നലത്തെ ദിവസത്തെയും നാളത്തെയും പ്രത്യേകത എന്താ? ടാരിഫ് കഴിഞ്ഞ് നിൽക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഡേയ്സിൽ കഴിയുന്നത് നെഗറ്റീവ് ന്യൂസ് വരുമോ വരൂലേ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ F-35 വേണ്ട എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, നിങ്ങൾ ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ വീണു പോരുത്. അതങ്ങനെ നടക്കും, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തത് മാറും. ഇറ്റ് ഈസ് ജസ്റ്റ് എ ന്യൂസ് which have a shelf value of maybe 2 to 3 days, maximum 7 days. But value is permanent and class is also permanent. അവിടെ നോക്കി മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു വെക്കുന്നു ജാസ്മിൻ. യെസ്, ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് പോകുന്നില്ല. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെർഫോമൻസ് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പറയാം. ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഇനിയിപ്പോൾ വരുന്ന ആഴ്ചകളിൽ ആദ്യത്തെ ദിവസങ്ങളിൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകളോ ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഏതായാലും
ഇന്നത്തെ ഈ ഒരു ആഴ്ചയിലത്തെ നമ്മുടെ എല്ലാ ഹെഡ്വിൻസും ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് 2 ദിവസം നിങ്ങളുടെ ഈ മാർക്കറ്റിൻ്റെ വാർത്തകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച് മൺഡേ വീണ്ടും വരിക. ഏതായാലും അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.